എറണാകുളം കളമശ്ശേരിക്ക് സമീപം ചരക്കു തീവണ്ടി പാളം തെറ്റിയിരിക്കുന്നു. ഷണ്ടിങ്ങിനിടെയാണ് ചരക്ക് തീവണ്ടി പാളം തെറ്റിയത്. ഇതേ തുടർന്ന് കളമശ്ശേരി വഴിയുള്ള ട്രെയിൻ ഗതാഗതം അത് താറുമാറായിട്ടുണ്ട്. ഈ വൈകിട്ട് 4 മണിയോടുകൂടി നടന്നതാണ് ഈ അപകടം. അവിടെ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട പാളം തെറ്റിയ ചരക്ക് തീവണ്ടിയുടെ എൻജിൻ അതിനെ ട്രാക്കിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയോ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ ഒരു ട്രാക്കിലൂടെയുള്ള ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. പക്ഷേ 4 മണിക്ക് നടന്ന ഈ അപകടത്തിനു ശേഷം ഇപ്പോൾ ഇതുവഴി കടന്നുപോയിട്ടുള്ളത് 2 ട്രെയിനുകൾ മാത്രമാണ്. ഒന്ന് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. മറ്റൊന്ന് കടത്തിവിട്ടിട്ടുള്ളത് ഇപ്പോൾ അല്പം മുമ്പ് കടന്നുപോയ തിരുവനന്തപുരത്തേക്കുള്ള ഏറനാട് എക്സ്പ്രസും മാത്രമാണ് ഇതുവഴി കടന്നുപോയിട്ടുള്ളത്. മറ്റു ട്രെയിനുകളെ സംബന്ധിച്ച് ഏതായാലും ട്രെയിൻ ഗതാഗതം വൈകിയിട്ടുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഉച്ചയ്ക്ക് 2:50 ഈ അപകടം നടന്നത് എന്നാണ്. ഉച്ചയ്ക്ക് 2:50 അതിനുശേഷം 2 ട്രെയിനുകൾ മാത്രമാണ് ഇതുവഴി കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് ട്രെയിൻ ഗതാഗതം ഇതുവഴിയുള്ള കളമശ്ശേരി വഴിയുള്ള ട്രെയിൻ ഗതാഗതം ഏറെക്കുറെ താളം തെറ്റി, ഏറെക്കുറെ എന്നല്ല അത് താളം തെറ്റി എന്ന് തന്നെ പറയാം. ഇനി ഈ പ്രവർത്തനങ്ങൾ, അതായത് ഈ എഞ്ചിനെ അവിടെ നിന്ന് പാളം തെറ്റിയ എഞ്ചിനെ മാറ്റിയതിനു ശേഷം ഇപ്പോൾ ഇത് അടുത്ത ട്രെയിൻ കൂടി കടന്നു വരുന്നുണ്ട്. വിഷ്ണു സുരേഷ് അവിടെ ഉണ്ട്. വിഷ്ണു സുരേഷ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകും. വിഷ്ണു പറയൂ. ഇപ്പോൾ ഈ പാളം തെറ്റിയ അപകടം സംഭവിച്ചതിന് ശേഷം പറയൂ വിഷ്ണു. ദിലീപ്, 3ാമത്തെ ട്രെയിനാണ് ഈ അപകടം സംഭവിച്ചതിന് ശേഷം ഈ ട്രാക്കിലൂടെ കടന്നു പോകുന്നത്. അതായത് ഇപ്പോൾ ഈ ട്രെയിൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രാക്കാണ്. ആ ട്രാക്കിന് പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല. അതിലൂടെ നേരത്തെ എറണാട് പോയിരുന്നു. അതിലൂടെ ഇപ്പോൾ 2ാമത്തെ ട്രെയിനും കടന്നു പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകേണ്ടതും ഇതേ ട്രാക്കിലൂടെ തന്നെയാണ്. അതാണ് ആ ഡിലേക്ക് കാരണം. ഇനിയിപ്പോൾ ഈ ട്രെയിൻ പോയി ഏകദേശം കുറച്ചധികം സമയം കഴിഞ്ഞ ശേഷം മാത്രമേ എറണാകുളത്തു നിന്നുള്ള വാഹനങ്ങൾക്ക് എറണാകുളത്ത് നിന്ന് ട്രെയിനിലേക്ക് ഇതേ ട്രാക്കിലൂടെ തന്നെ തൃശ്ശൂരിലേക്ക് പോകാനാകും. അതുകൊണ്ടാണ് ഈ ട്രെയിനുകൾ വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിരോധ നടപടികളൊക്കെ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ആ സമയം ഇപ്പോൾ 10, 15, 20, 30 മിനിറ്റൊക്കെ ആണെങ്കിൽ അത് മണിക്കൂറുകളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിനുകളെ ഇത് അത്രമേൽ ബാധിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം പോലുള്ള ജില്ലകളിലേക്കുള്ള ട്രെയിൻ ഗതാഗതം, അതായത് ഓൾറെഡി യാത്ര ആരംഭിച്ച ട്രെയിനുകളെയൊക്കെയാണ് ഇത് പൂർണ്ണമായും ബാധിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടി ശ്രമങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുണ്ട്. 5:30 അവർ സമയം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏകദേശം 5:26 ആയി. എന്നിട്ടും ഇവിടെ പ്രാഥമികമായ നടപടികളൊന്നും അങ്ങനെ പൂർണ്ണതോതിലേക്ക് മാറ്റിയിട്ടില്ല. അത് പൂർത്തിയായ ശേഷം മാത്രമേ 2 ലൈനിലൂടെയുള്ള ആ റെയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലേക്കാകുള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് അങ്ങനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആകുകയില്ല. ഈ ട്രാക്കിലൊരു പ്രാഥമിക പരിശോധന നടത്തി അതിൻ്റെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് അതിനുശേഷമായിരിക്കും ആ ട്രാക്കിലൂടെയുള്ള ഈ യാത്ര ആരംഭിക്കുക. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ആളുകൾ അവരുടെയൊക്കെ പ്രതികരണം പലയിടങ്ങളിലായി വരുന്നുണ്ട്. അതായത് മണിക്കൂറുകളായി അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രതികരണം. 1 മണിക്കൂറും 3/4 മണിക്കൂറും ഒക്കെ പിന്നിട്ട ആളുകൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കാത്തുകിടക്കുകയാണ്. എറണാകുളത്തു നിന്നുള്ള ട്രെയിൻ വരാൻ വേണ്ടി തൃശ്ശൂരും അതോടൊപ്പം തന്നെ എറണാകുളത്തും ആളുകളൊക്കെ ഏറനാട് എക്സ്പ്രസിനൊക്കെ വേണ്ടി ഒരുപാട് പേർ ഏകദേശം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ 2 ട്രെയിനുകൾ എന്തായാലും നിലവിൽ 3 ട്രെയിനുകൾ ഈ ട്രാക്കിലൂടെ പോയിട്ടുണ്ട്. അതിൽ 2 നോർമൽ ട്രാക്കാണ്, അതായത് അതിൻ്റെ ട്രാക്കുകൾ പാലിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ. മറ്റൊന്ന് വന്ദേ ഭാരതാണ്. വന്ദേ ഭാരത് സാധാരണഗതിയിൽ പോകേണ്ടത് ഇപ്പോൾ ഈ അപകടപ്പെട്ട് കിടക്കുന്ന ഈ ട്രാക്കിലൂടെയാണ്. പക്ഷേ നിലവിൽ ഈ പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ട് അതും ഈ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കുള്ള ട്രാക്കിലൂടെയാണ് കടത്തിവിട്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന മറ്റു ട്രെയിനുകളും ഇതേ ട്രാക്കിലൂടെ തന്നെ കടത്തിവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളത്ത് കളമശ്ശേരിക്ക് സമീപം ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി, അതിൻ്റെ എഞ്ചിനാണ് പാളം തെറ്റിയത്. ഇതേ തുടർന്ന് കളമശ്ശേരി വഴിയുള്ള ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:50 ഈ പാളം തെറ്റൽ. അതിനുശേഷം 3 ട്രെയിനുകൾ മാത്രമാണ് അതുവഴി കടന്നുപോയിട്ടുള്ളത്. ഒരു ട്രാക്കിലൂടെ മാത്രമാണിപ്പോൾ ട്രെയിൻ ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് റെയിൽവേ അടിയന്തിരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്.
പല സ്റ്റേഷനുകളിലും യാത്രക്കാർ കുടുങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കളമശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.